ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപായി നടന്നത് സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റും ക്ലൈമാക്സുകളും. റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നതിന് എതിരെ നടി രഞ്ജിനി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി തീരുമാനം ഉറ്റുനോക്കുകയായിരുന്നു ഏവരും. ഇതിനിടെ നിർമ്മാതാവ് സജിമോൻ പാറയിലും സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ ഹർജിയുമായി ഡിവിഷൻ ബെഞ്ചിലെത്തി. അങ്ങനെ ആകെ 2 ഹർജികൾ. ആദ്യം 10:15 കേസെടുത്തെങ്കിലും 12:15 പരിഗണിക്കാൻ മാറ്റി. കേസെടുത്തപ്പോൾ തന്റെ മൊഴി പുറത്തു വരരുതെന്ന് രഞ്ജിനിയുടെ വാദം. റിപ്പോർട്ട് തന്നെ പുറത്തു വരരുതെന്നാണോ ആവശ്യമെന്ന് കോടതിയുടെ മറുചോദ്യം. ഒടുവിൽ രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. അപ്പീൽ ഹർജിയുമായി ഡിവിഷൻ ബെഞ്ചിലെത്താൻ രഞ്ജിനിക്ക് കഴിയില്ലെന്ന നിയമപ്രശ്നമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇതോടെ സർക്കാരിന് മുന്നിൽ റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരു നിയമതടസ്സവുമില്ലെന്ന് സാരം. ഇതിന്റെ 2-3 കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് കോടതി ഇത് തള്ളിയത്. ഒന്ന്, ഇതിന്റെ മെയിൻറ്റൈനബിലിറ്റിയാണ്. കാരണം ഇതിന്റെ നിയമസാധുതയാണ്. കാരണം ഇതൊരു ഡിവിഷൻ ബെഞ്ചിലേക്കാണ് ആദ്യം ഒരു പെറ്റീഷനുമായി വന്നത്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന്. മറ്റൊരു കാര്യം സ്വകാര്യത എന്ന വിഷയമാണ്. അതുമുണ്ടെങ്കിലും നിങ്ങൾക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് ആണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് തന്നെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമെന്ന് നടി രഞ്ജിനിയുടെ അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ റിപ്പോർട്ട് വൈകിട്ട് 5 മണിക്ക് സർക്കാർ പുറത്തുവിടുമെന്ന് ആദ്യ വിവരം വന്നു. എന്തിന് വീണ്ടും സമയമെടുക്കുന്നുവെന്ന ചോദ്യവും ഉയർന്നു. ഈ സമയം സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശത്തിന്റെ ചുവടുപിടിച്ച് നടി രഞ്ജിനി വീണ്ടും നിയമപോരാട്ടത്തിന്. പിന്നാലെ സജിമോൻ പാറയിലിന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കില്ലെന്നും വ്യക്തമായതോടെ എല്ലാ കണ്ണുകളും സിംഗിൾ ബെഞ്ചിലേക്ക്. ഇതിനിടെ റിപ്പോർട്ട് 2:30 പുറത്തുവിടുമെന്ന് സർക്കാർ അറിയിപ്പ്. തുടർന്ന് കാര്യങ്ങൾ വീണ്ടും ഉദ്വേഗജനകമായി. 1:45 കോടതി ചേർന്നപ്പോൾ രഞ്ജിനിയുടെ അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ ഹർജിയുള്ള കാര്യം കോടതിയെ ധരിപ്പിച്ചു. ലിസ്റ്റ് ചെയ്ത് എത്തിയിട്ടില്ലെന്ന് കോടതിയുടെ മറുപടി. അല്പസമയത്തിനകം സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടുമെന്നും അത് തടയണമെന്നും അഭിഭാഷകൻ. പക്ഷേ ഹർജി കേൾക്കാമെന്ന് പറഞ്ഞെങ്കിലും പുറത്തുവിടുന്നത് തടയാൻ കോടതി തയ്യാറായില്ല. രഞ്ജിനിക്ക് തിരിച്ചടി. രഞ്ജിനിയുടെ ഹർജി അനുവദിച്ചില്ല. കൃത്യം 2:30, അതായത് 15 മിനിറ്റിനുള്ളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരും. സ്റ്റേ വേണമെന്നുള്ളതായിരുന്നു ഒരു ആവശ്യമായിട്ട് ഉന്നയിച്ചത്, വാക്കാൽ ഉന്നയിച്ചത്. പക്ഷെ അത് അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ രഞ്ജിനിക്ക് ഈ കാര്യത്തിൽ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. അതായത് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇരിക്കുകയാണ്. അടിയന്തരമായിട്ട് ഇതിനൊരു സ്റ്റേ വാങ്ങാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ അതിപ്പോൾ കോടതി അംഗീകരിച്ചിട്ടില്ല. ഇതോടെയാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാമായിരുന്നെങ്കിലും സർക്കാർ മെല്ലെപ്പൊക്ക് തുടർന്നെന്ന വിമർശനം ശക്തമാണ്. ഒടുവിൽ ഇന്ന് കോടതി കൂടി തുടർ ഹർജികൾ പ്രോത്സാഹിപ്പിക്കാതെ വന്നതോടെ സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ലാതെയായി. റിപ്പോർട്ടർ അരുൺ ശങ്കറിനൊപ്പം യശാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.